വെൽക്കം ബാക്ക്. ഷെബിയാണേ. വെയിൽ കണ്ണു കുത്തുണ്ട്. അപ്പോൾ നമ്മളുള്ളത് ഏകദേശം നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വലിയ പാറമലുണ്ടോ. ഇതിൻ്റെ പേരിന് അതല്ലേ, വലിയാറ. നമ്മൾ EKC കോളേജിൻ്റെ അടുത്താണേ. അപ്പോൾ എന്തായാലും കയറി നോക്കിയാലോ. എൻ്റെ മുടി നരച്ചതാ, വെയിലിൻ്റെ കളറല്ലേ. നമുക്ക് പോവല്ലേ? എന്നാൽ മേലേക്ക് കയറാം. നമ്മൾ ആ കാണുന്ന ടോപ്പൊക്കെ പോവാട്ടോ. ഇരുന്നിങ്ങനെ കയറാണ്ട് നല്ല അടിപൊളി കയറ്റാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരില്ലെന്നാ. ഞാൻ കാണുന്ന മുകളിലേക്ക് പോകണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നീനി, നല്ല മഞ്ഞും ഒക്കെ ഉള്ളൊരു സമയത്തിന്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അന്ന് നമ്മൾ മുകളിൽ കയറിയില്ല. മുകളിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മളും കൂടി പോയി കണ്ട് അവിടെ തിരക്കാക്കേണ്ട ഒരു നമ്മൾ കയറിയില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ EKC കോളേജാണ് കേട്ടോ അവിടെ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ പാറുള്ളത്. എന്താ വിഷ്വൽ ബ്യൂട്ടി. രാവിലെ 8 മണിക്ക് നമുക്ക് നിന്നാ പോരല്ലോ. കയറില്ലേ നമുക്ക്? എന്നാ വാ, ഇതിൽ കയറാം. ഇവിടെ അമ്മക്കായിട്ട് ആരോ വയ്യ ഉണ്ടാക്കി തിന്നണ്. ഇവിടെ നിന്ന് താഴത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ. നമ്മുടെ കാർ ഇതാ അവിടെ. എവിടെ? ഈ ചെകുത്താനെയും കടലിൽ നടുക്കുകയാണില്ലേ. അങ്ങോട്ടാണെങ്കിൽ തോനെ ദൂരമുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. ഇപ്പോൾ നടുവിലിപ്പോൾ നമ്മൾ നിൽക്കണേ. ചാരങ്കാവ് പ്രദേശമാണ് കേട്ടോ ഈ ഒരു സൈഡിൽ തന്നെ. അങ്ങോട്ട് ചാരങ്കാവ് വരുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മളെ സ്ഥലമാണ്, നമ്മളെ അലമ്പറ സ്ഥലത്തൊക്കെ അങ്ങോട്ടുള്ളതാണ്. രാവിലെ ആയതുകൊണ്ട് ഈ ഇളം വെയിലിങ്ങനെ തട്ടുമ്പോൾ ആ പച്ചപ്പാണ് കറക്റ്റ് കിട്ടുന്നുണ്ട് ഇതിൽ. ഡാ പോവല്ലേ, നോക്ക് പോവാ. നാളെ കയറണമെന്ന് കരുതി നമ്മൾ കയറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കയറും. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചെടുക്കേണ്ട അവസ്ഥയല്ലോ. സൂര്യൻ ഉദിക്കുന്നുണ്ടല്ലോ അവിടെ. എല്ലാ ദിവസവും അതേമാതിരി പാറാറാൻ വരികയാണെങ്കിൽ നമ്മളെ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ സെറ്റപ്പ് ആയിരുന്നില്ല. എത്തുക വെറുതെ ഇതൊക്കെ ജിമ്മിനേക്കാണ് പൈസ കളിയാണ്. സൂക്ഷിച്ചൊക്കെ പോരാ, ഞാൻ അവിടെ നിന്ന് കണ്ട് ഉരുണ്ട കൊഴിഞ്ഞോളും. നമ്മൾ കിതക്കുണ്ടെങ്കിൽ കിതപ്പ് കാണിക്കാൻ പാടില്ല എന്നാ. ഓ എൻ്റെ റബ്ബേ, കുറച്ച് ഇരുന്നിട്ടോ അല്ലേ. അതാണല്ലേ ചെക്കന്മാർ പാട്ടൊക്കെ ഇട്ട് വൈബ് അടിച്ചുകൊണ്ട് വരികയാണേ. ഇത്ര പെട്ടെന്നോ? എന്നാൽ പിന്നെ ഞാനും കഴിഞ്ഞു. ഏകദേശം ഉണ്ടല്ലോ നമ്മൾ പാറിൻ്റെ ഭാഗം കയറി കഴിഞ്ഞ്. ഇനി കുറച്ചും കൂടിയുള്ളൂ. അത്രയും കൂടിയും കയറി കഴിഞ്ഞാൽ നമ്മളെ കർത്തവ്യം പൂർത്തിയാവും. ആ താഴത്ത് നമ്മൾ നടന്ന് ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ മുക്കാൽ കഴിഞ്ഞ് കുറച്ചുള്ളൂ. ഇനി ഇത്രയും കൂടിയും കയറിയാൽ മതി. അതും കൂടി ആയി കഴിഞ്ഞാൽ ഷാറായി. ഇത് നല്ല സുഖമാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിന് പെട്ടെന്ന് കയറുക, നമുക്ക് പെട്ടെന്ന് പോലോ. മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട്.
അയ്യോ ഇതെടുത്തോ നമുക്കുണ്ട് സ്പീക്കറൊക്കെ, പക്ഷെ വണ്ടീനുള്ളിലാണെന്നുള്ളൂ. ഇത്രയും കയറ്റം ഇനിയിപ്പോൾ അങ്ങോട്ട് താഴത്തേക്കും പോകണ്ടേ? അപ്പോൾ പിന്നെ 9 മണിയാവും കറക്റ്റാ. വേമ്പാടോ കയറി വാ. ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കാറ്റെടുക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കേട്ടോ കാറ്റൊന്നും ഇല്ലാത്ത. അവിടെ വലിയൊരു കൊക്കയാണ്, പക്ഷെ അവിടെ കോട കൂടിക്കണം. ഇവിടെ മാത്രം എന്താ ഇല്ലാത്തത്? ആ കോട വേണം, എന്നാലേ തിരക്കുണ്ടാവുള്ളൂ. എല്ലാ സമയത്തും ഇവിടെ നല്ല ആൾക്കാരുണ്ടാവും. നട്ടുച്ച സമയത്ത് വെച്ച് രാവിലെ വൈകുന്നേരമൊക്കെ നല്ല ആൾക്കാരുണ്ടാവും ഇവിടെ. ഇപ്പോഴും ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ. എൻ്റെ മറ്റേ ഫോണൊക്കെ ആറില്ല, എടുത്തു തരുമോ? അവിടെ കോറിയാണേ. നമ്മൾ എന്താ പറയുക, പ്രകൃതിയെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് തുടങ്ങിയേക്കും. ചിലപ്പോൾ അവിടെയൊക്കെ ഏറ്റവും നല്ല പ്ലേസ് ഉണ്ടാവുക. ആദ്യമൊക്കെ അവിടുത്തെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാണാൻ രസമുള്ളൊരു സ്ഥലക്കാലം ചിലപ്പോൾ അവിടെ ആ കുന്നും മലക്കുള്ളതും ചെറിയ പാറയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെയൊക്കെ ആയി. അവിടെ ചെറിയൊരു ഇതുണ്ട്, കോറിയുണ്ട്. അവിടെ നല്ല വെള്ളമുണ്ട്, നമുക്ക് അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഈ പാറിൻ്റെ എന്താ പറയുക, നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങിയതാട്ടത്. അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങിയാണ്ട് നമ്മൾ വന്നാണ്. ഇവിടെ ഇപ്പം എങ്ങനെയാണ് കിട്ടുക? മൊത്തം ഫോട്ടോത്തിലാണ്, ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഓനെങ്കിൽ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. ഇനി രസമാണ് കേട്ടോ ഇവിടെയൊക്കെ. എന്താ പറയുക, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഒരു വൈകുന്നേരം നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ. അതെനിക്ക് രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ കാലിനൊക്കെ കുറച്ച് എക്സസൈസൊക്കെ കൊടുക്കും. നമ്മൾ ഈ പാറ കയറി നടക്കുമ്പോൾ തന്നെ ഏകദേശം തീരുമാനമാവും. നമ്മളിപ്പോൾ എത്രങ്ങോനെ ഹൈറ്റിലല്ലേ. നമ്മളിപ്പോൾ പാറിൻ്റെ മറ്റേ സൈഡിലാട്ടോ, ടോപ്പിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് ഇറങ്ങി. എന്താ പറയുക, ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഇവിടെ. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ബാക്കിലുണ്ടോ മൊത്തത്തിൽ ഈ കോറിയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ നശിച്ചു വരാൻ തുടങ്ങി എന്നർത്ഥം. പിന്നെ ഈ സൈഡിൽ മൊത്തം പച്ചപ്പാണ്, പച്ചപ്പ് നിറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച തോന്നുന്നു നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര മഞ്ഞ്. നമുക്കിതിൻ്റെ എന്താ പറയുക, മുകൾക്ക് കയറാൻ പറ്റിയില്ല. കുറേ ആൾക്കാരുണ്ടായിന്, ഭയങ്കര തിരക്കാണ്. ഇനി അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് എന്താ പറയുക, ഗതികേടാക്കാൻ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എഴുതിയാണ്ട് നമ്മൾ പിന്നാണ്ട് കയറിയില്ല. ആണ് ഈ ഞായറാഴ്ച വന്നത്. ഇന്നിപ്പോൾ കോടുണ്ട്, ബാക്കിലാണെന്നുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് കോടൊന്നുമില്ല. എല്ലാ പാറൻ്റെ ഒക്കെ മുകളിലുണ്ടാവുന്ന ഒരു പ്രത്യേക തരം ചെടികൾ. ഇതിൻ്റെ പേരെന്താ അറിയാം നിങ്ങൾക്ക്? ഇത് പാറമ്മ മാത്രം വളർന്നൊരു ചെടിയാന്ന് തോന്നുന്നത്. അല്ലാത്തോട് ഞാൻ അത് ഇങ്ങനെ കണ്ടിട്ടില്ല. എല്ലാം നിരത്തി, എല്ലാം പോയാച്ച്.
ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയി. നമ്മൾ 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി തന്നെ. പക്ഷെ നല്ല ടൈം നിർത്തിയില്ല, രാവിലെ ആയതുകൊണ്ട്. ചായ എടുക്കാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല. ചായ അടിച്ചോടാ? ചായ അടിച്ചോ? ഞാൻ ചായ അടിച്ചില്ല, അതാണ് പ്രശ്നം. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചപ്പും ചവറുകളും അത് ഇവിടെയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പ്ലാസ്റ്റിക്കും കുപ്പി തുടങ്ങിയ എല്ലാ മാലിന്യ വസ്തുക്കളും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. എന്താ ചെയ്യല, നമ്മൾ തന്നെ ഇതൊക്കെ പാടൊരു ഇല്ലാതാക്കുക പറഞ്ഞാൽ. വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രസകരം ഇവിടെ. സമയം ഇപ്പോൾ ഏകദേശം 8:30 ആയി. ഞങ്ങളിനി താഴത്തേക്ക് പോകാട്ടോ. ആളുകളൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങി. വെയിലൊക്കെ അത്യാവശ്യം നല്ല ചൂടാകാൻ തുടങ്ങിയാണ്. ഒരു 8:30 വരെയല്ലേ വെയിൽ, പിന്നെയും കുഴപ്പമില്ല. 8:30ക്ക് ശേഷമല്ലേ വെയിൽ കുറച്ച് പണിയാണ്. കുറച്ചോനെ നീ കണ്ട് കുന്ന് മൊത്തം ഇറങ്ങിപ്പോണ്ട്. നീ ഒന്നാമത് ടൈമില്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ നമുക്ക് അതിലൊക്കെ ഇങ്ങനെ കറങ്ങിപ്പോയിക്കൊണ്ട് എടുക്കായിരുന്നു. ടൈമില്ല. ഇത് മൊത്തം ഇറങ്ങണ്ടേ നീ? അതാ മറ്റേ യൂസുഫ് മാഷാണ് അല്ലേ? എനിക്ക് തോന്നി, എനിക്കത് മനസ്സിലായില്ല. എനിക്ക് ഇപ്പം മൂപ്പര് ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഏതായാലും ഇറക്കം ഒന്ന് കാലെറ്റിയാൽ മതി, സുഖമായിട്ട് താഴത്തെത്താം. ഞാൻ തന്നെ കഴിഞ്ഞ് പോയി ഞാൻ പോണു ഫസ്റ്റ്. കപ്പിൾസ് വന്നിരുന്ന് കണ്ട് ഇബലെ പേരോട് നിറച്ചിരുന്നു അവിടെ മൊത്തം. ഞായറാഴ്ച ആയതുകൊണ്ട് ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ. സൂക്ഷിച്ചില്ലെങ്കിൽ നേരെ താഴത്തെത്തും. അല്ല ഒന്ന് പോവാ. നമ്മൾ ഊട്ടി പോകുമ്പോൾ വീഡിയോ എടുക്കണോ? അതിന് നമ്മളെ വണ്ടി നടക്കണേ. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കയറിയിട്ടും നമ്മൾ വിയർത്തിയില്ലെന്നാണ് പറയുന്നത്. കാരണം മുകളിൽ നല്ല കാറ്റാണ്. ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വിയർത്തും. സത്യം പറഞ്ഞാൽ ഫോണിൻ്റെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതുകൊണ്ട് കേട്ടോ ഇത് വീടിൽ നിന്ന് ഇളകാതെ കിട്ടണം. എന്നാൽ തന്നെ ഉണ്ടാവും ചെറിയ ആൾക്കൊക്കെ. നമ്മൾ പെട്ടെന്ന് വരും, അതേപോലെ പെട്ടെന്ന് പോയി. സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഷോപ്പ് പോലുള്ള ടൈം ആയതുകൊണ്ട് ഇത് റെഡിയാക്കാൻ പറ്റിയില്ല, ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. മറ്റേ ഇതിലൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഇറങ്ങി പോയിട്ട് നമുക്ക് വീഡിയോ എടുത്ത് വരാം. ഡ്രൈവർ വണ്ടി തിരിക്കൂ. നമ്മൾ ആ കാണുന്ന പാറിൻ്റെ മുകളിലോട്ട് മുകളിൽ കയറിയിട്ട് അപ്പുറം പോയി ഇറങ്ങി, അവിടുന്ന് ഇങ്ങോട്ടെടുത്ത് നേരെ കയറി ഇങ്ങോട്ട് ഇറങ്ങും ചെയ്തു. വണ്ടി എടുക്കുക ഡ്രൈവർ. കണ്ടോ, വണ്ടിമേൽ സ്ക്രാച്ച് പോലും ഇല്ല. എന്തുവാ, വണ്ടിമേൽ സ്ക്രാച്ച് പോലും ഇല്ല. അല്ല റോഡ് സൈഡിൽ നിർത്തി കാണാൻ. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയിട്ടേ എന്താ പറയുക, ഭയങ്കര പ്രശ്നമാണ്. മുത്തുവാ, നമുക്ക് കാണുന്നില്ലല്ലോ. ഇങ്ങോട്ടെടുത്തോ, ഇവിടെ നിരിച്ച ഗിയറ്. ഫുള്ളടിച്ചോ, എന്നിട്ട് ഇങ്ങോട്ട് എടുത്തോ, ഇവിടെ നിരിക്ക. ഫുള്ളടിച്ചോ. ചെക്കെന്താ വരുന്നേ?
ഇങ്ങോട്ട് പിടിച്ചോ. പോട്ടെ ബാക്ക് എടുത്തോ. മതി. നമ്മള് അങ്ങനെ പാറ ഒക്കെ കേറി ഇറങ്ങി. ഇനി നാട്ടിൽ പോവാണേ. അപ്പൊ ഈ ചെറിയ വീഡിയോ അല്ലേ, നമ്മളെന്തായാലും എന്താ പറയാ വെറുതെ കയറണമെന്നുണ്ടേനി. അപ്പൊ അതിനും വേണ്ടി നമ്മള് വീഡിയോ എടുത്തണേ. അപ്പൊ എന്നാ അടുത്ത വീഡിയോ വീണ്ടും കാണാം അല്ലേ? ഓക്കെ, ടാറ്റ. ഓക്കെ.